കൂട്ടുകാർ. ഇന്ന് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൂടുണ്ടാക്കിയാലോ? ഇതെല്ലാം റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുഞ്ഞുമാണ് കേട്ടോ വീഡിയോയിൽ ഇൻട്രോ കാര്യങ്ങളൊക്കെ. നമുക്കിതാ ഈ ഫാൻസി കോഴിയുടെ 1-2 പെടയും കുറച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് താൽക്കാലികമായിട്ടൊരു കൂട്, അത് ഹൈടെക്കായൊരു കൂടൊന്നുമല്ല, കുഞ്ഞൊന്ന് വളർന്ന് റെഡിയാകുന്നവരെ നമ്മൾ ചെറിയൊരു കൂട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. കുഞ്ഞു ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 കോഴികളുണ്ടായിരുന്നു നമുക്ക്. ഇവൾ അടയിരുന്നിട്ട് കുറച്ച് കുഞ്ഞുങ്ങളെ വിരിയിച്ചു. ഈ കോഴിക്കാണെങ്കിൽ 3 കുഞ്ഞുങ്ങളെ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഏതൊക്കെയാലും കുഞ്ഞുങ്ങളെയും ഒരു തള്ളയും കൂടി ഒരുമിച്ചൊരു കൂട്ടിലേക്ക് ആക്കാനുള്ള പരിപാടിയിലായിരുന്നു നമ്മൾ. അപ്പോൾ ഇന്നിപ്പോൾ വർക്കും കാര്യങ്ങളും ഉണ്ടാവാഞ്ഞുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തേക്കാമെന്ന് കരുതി. കഴിഞ്ഞ തവണ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമുക്ക് 6-7 കുഞ്ഞുങ്ങളെ എറിയാൻ റാഞ്ചി കൊണ്ടുപോകേണ്ടായി. അങ്ങനെ ചുമ്മാ അഴിച്ചു വിടുമ്പോഴേക്കിന് നമുക്ക് കിട്ടാനുള്ള ചാൻസും കുറവാണ്. അതുകൊണ്ട് ഏതൊക്കെയാലും ഒരു ചെറിയ കൂട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പാടത്ത് നമ്മൾ കാട്ടാത്ത എന്ന് പറഞ്ഞ ഒരു മരമാണ്, നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. ഇത് ശരിക്കും ഈ തോടിൻ്റെ സൈഡിലൊക്കെ ഭയങ്കരമായിട്ടുണ്ടാകും. ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ആ ഒരു ഏരിയ തന്നെ വേണമെങ്കിൽ നശിപ്പിക്കുമെന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കമ്പുകൾ നമ്മൾ വെട്ടി എടുത്തിട്ട് കൂടുണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇത് ശരിക്കും തോട്ടുമാട്ടയിലൊക്കെ വളർന്നു കഴിഞ്ഞാൽ അവിടെ വേറെ ഒരു ചെടി പോലും വളരാൻ സമ്മതിക്കില്ല കേട്ടോ. ഈ ഒരു ചെടി എന്താണെങ്കിലും നമുക്കതിൻ്റെ തണ്ടല്ല കമ്പ് കുറച്ച് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മളതെല്ലാം വെട്ടി തൂണിനായിട്ടാണ് കേട്ടോ കുറച്ച് കമ്പുകളൊക്കെ വെട്ടി സെറ്റാക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പരിപാടിയിലായിരുന്നു ഇന്ന്. വെയിൽ മൂക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തൊന്ന് റെഡിയാക്കിയാൽ പിന്നെ അത്രയ്ക്കും ഒരു ഇതാകുമല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ കമ്പൊക്കെ വെട്ടി സെറ്റ് ചെയ്തു, പെറുക്കി കരയിലേക്ക് ആക്കുന്നുണ്ട്. കുഞ്ഞും നമ്മുടെ ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ട്. അപ്പോൾ അവളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അപ്പോൾ കുട്ടികൾക്കും ഇതൊരു സന്തോഷമുള്ള കാര്യമാണ്. രാവിലെ തന്നെ എല്ലാ കമ്പും നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൂട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ആ കമ്പൊക്കെ എടുത്തിടുന്നതുകൊണ്ട് അമ്മയാണ് ഇന്ന് ആടുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കണത്. അല്ലാത്ത ദിവസം അമ്മ തന്നെയാണ് ആടുകൾക്ക് തീറ്റ കൊടുക്കണത്. എങ്കിൽ പോലും അമ്മ അതിൻ്റെ പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ. ഇതെല്ലാം നമ്മൾ അടുക്കിക്കൊണ്ട് അവിടെ വെച്ചതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പിലൊക്കെ പശുക്കൾക്കൊക്കെ തീറ്റ കൊടുക്കേണ്ട ഉണ്ടായി. ഇതെല്ലാം ഘട്ടം ഘട്ടമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് കേട്ടോ. വീഡിയോയിൽ ഇങ്ങനെ ഒറ്റ ഇതായിട്ട് കാണിക്കണമെന്ന് മാത്രം. അതിനിടയ്ക്ക് നമ്മുടെ എല്ലാ ജോലികളും ഈ കൂടെ തന്നെ നടക്കും. ഒത്തിരി രാവിലെ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തേക്കാമെന്ന് കരുതി. നമ്മുടെ പഴയ കോഴിക്കൂടിനോട് ചേർന്ന് തന്നെ ചെറിയ നെറ്റ് കൊണ്ടാണ് കേട്ടോ, താൽക്കാലികമായൊരു കൂടാണ്. അപ്പോൾ ഭയങ്കര ഇതാണെന്നും പറഞ്ഞ് നമ്മളെ കളിയാക്കുകയൊന്നും ചെയ്യരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കോഴികളെ എറിയാൻ റാഞ്ചി കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്യുന്നൊരു ചെറിയ കൂടാണ് കേട്ടോ. കുഞ്ഞും ഉണ്ട് നമ്മുടെ കൂടെ, പ്ലാനും ഐഡിയയൊക്കെ കൊണ്ട്. കുഞ്ഞുമാണ് സഹായിക്കാനുള്ളൂ. പിന്നെ ചേച്ചിപ്പെണ്ണും ഉണ്ട് കേട്ടോ അവൻ്റെ കൂടെ. ഇങ്ങനെ നടക്കുമ്പോൾ ഏതെങ്കിലും സ്കൂൾ അടച്ചുകൊണ്ട് ഇവർ ടി വിയുടെ മുന്നിലിരിക്കാതെ ഒരുപാട് സമയം നമ്മുടെ കൂടെ ഉണ്ടാവും. കുഞ്ഞിൻ്റെ ഒരു കൂട്ടുകാരനും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അവനും വന്ന് രാവിലെ മുതൽ കൂട് റെഡിയായി കുഞ്ഞുങ്ങളെ കൂട്ടിലാക്കുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാൽ അവർ കാർട്ടൂൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരുപാട് സമയം മൊബൈൽ കളി കാര്യങ്ങൾക്കൊക്കെ വളരെയധികം മാറ്റം ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ കൃഷി അല്ലെങ്കിൽ ഇതുപോലെ ഫാമിങ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവരെ കൂടി ഉൾപ്പെടുത്തിയാൽ പുതുതലമുറയെ നമുക്ക് കുറച്ച് പേരെങ്കിലും ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അവർക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും കേട്ടോ. ഒരുപാട് കുട്ടികൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ പുതുതലമുറയിൽപ്പെട്ട ഒരുപാട് വീടുകളിൽ കോഴി, താറാവ്, ആട് അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ലല്ലോന്നേ. എന്നിട്ട് നമ്മൾ നേരെ കമ്പൊക്കെ വെച്ച് കെട്ടിയിട്ട് നെറ്റ് വലിക്കാൻ തുടങ്ങി കേട്ടോ. ഈ ചെറിയ നെറ്റാണ്. രാവിലെ തന്നെ നമ്മൾ കടയിൽ പോയിട്ട് നെറ്റ് മേടിച്ചിരുന്നു അതിനുള്ള അളവിന് കണക്കാക്കിയിട്ട്. എന്നിട്ട് അത് മറ്റേ ചെറിയ കയർ കൊണ്ട് തന്നെ ഇങ്ങനെ തുന്നി എടുക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് പഴയ കൂടുമായിട്ട് കൂടി നമ്മൾ അത് തുന്നി ജോയിൻ്റ് ആക്കി താഴത്തെ ഭാഗത്തു കൂടി ഉഴുമ്പോ അല്ലെ മറ്റുള്ള ജീവികളോ ഇഴജന്തുക്കളോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി പകൽ മാത്രമേ നമ്മൾ ഈ കൂട്ടിൽ ഇടുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ അതിനടിയിൽ കൂടി രാത്രിയൊക്കെ ഇടുന്ന ഒരിക്കലും സക്സസ് അല്ല. മോർണിംഗിൽ മാത്രം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജസ്റ്റ് എറിയാനും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇതിനടിയിൽ കൂടി നൂണ്ട് പോകാതിരിക്കാൻ നമ്മളിങ്ങനെ ഓട് പാകി കൊടുത്തിട്ട് ആ നെറ്റ് തന്നെ വെച്ച് പിന്നി കൊടുക്കുകയുണ്ടായി. നമ്മുടെ ഐഡിയയിൽ തോന്നിയ ചെറിയ ഇതാണ് കേട്ടോ. ഓരോ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്താണേലും ഇതിൽ ഇട്ടിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിന് മുമ്പ് നമ്മൾ അപ്പുറത്ത് വേറെ കൂടുണ്ടാക്കിയത് ഈ ഒരു സെറ്റപ്പിലൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ശേഷം ഇതിങ്ങനെ കാക്ക അല്ലെങ്കിൽ വേറെയുള്ള കിളികളോ ഒന്നും മേളിൽ നിന്നും കയറാതിരിക്കാൻ മേളിലും നമ്മൾ തുന്നി കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് മുട്ടയ്ക്ക് അടയിരുന്ന ഒരു വിഭാഗം കോഴികൾ അവിടെ തന്നെ വെച്ചിട്ട് ഈ ഒരു ജോഡി മാത്രമായിട്ട് കൂടുതൽ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് എടുത്തിട്ട് ബാക്കി ഒരു കോഴിയെ അവിടെ അടയ്ക്ക് തന്നെ വെച്ചു. ഏതൊക്കെയാലും കൂട്ടിലിടാനുള്ള തയ്യാറെടുപ്പാണ്. കുഞ്ഞും ഭയങ്കര ഹാപ്പി ആയിട്ട് കൂടെയുണ്ട്. ആദ്യമായിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ വെളിയിലിറക്കിയ ഒരു സന്തോഷത്തിലാണ് പുള്ളി.
പിന്നെ അവർ നേരെ നമ്മൾ കൂട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഇന്നിപ്പോൾ കുറച്ച് സ്റ്റാർട്ടറും അരി താവലൊക്കെയാണ് നമ്മൾ പൊതുവെ ഇട്ട് കൊടുക്കാറ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് സ്റ്റാർട്ടർ ഇട്ട് കൊടുത്താൽ 1 മാസമൊക്കെ സ്റ്റാർട്ടർ കൊടുത്താൽ പെട്ടെന്ന് വളർച്ചയുണ്ടാവും. നമ്മുടെ ഫാൻസി കോഴി ആണെങ്കിൽ പോലും പൊരുന്നുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. അവൾക്ക് നല്ല വാശിയാണ്. നമ്മളെ കുഞ്ഞുങ്ങളെ പിടിച്ചപ്പോൾ തന്നെ കൊത്താനായിട്ടും വരുന്നുണ്ട്. അവരെ പതുക്കെ ആദ്യമായിട്ട് കൂട്ടിലേക്ക് ലോകം കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവർ. ഭയങ്കര നല്ല ക്യൂട്ടായ തീരെ പൊടി കുഞ്ഞുങ്ങളാണ്. 2 കറമ്പന്മാരും ഉണ്ട് അതിൽ. കണ്ടില്ലേ എന്ത് പൊടിയാന്ന് നോക്കിയേ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാവുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം. ഒരുപാട് നല്ല നല്ല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. സപ്പോർട്ടൊക്കെ തീരെ കുറവാണ്. അതേപോലെ നിങ്ങളുടെ ഫാമിൻ്റെയോ പെറ്റ്സിൻ്റെയോ കാർഷിക സംബന്ധമായ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ചെയ്യാൻ റെഡിയാണ്. നമ്മൾ അറിയിച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ ഒന്ന് വീഡിയോ ചെയ്യും കേട്ടോ. നമ്മൾ ഭയങ്കര വലിയ യൂട്യൂബർ അല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ മാതിരി പലരോടും സമീപിക്കുമ്പോൾ പറയാൻ ചേട്ടാ അല്ലെങ്കിൽ ഒന്നും തന്നെ നമ്മളെ വിളിക്കുന്നത് കുറവാണ്. എന്തെങ്കിലുമൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. എന്താണെങ്കിലും കോഴിക്കുഞ്ഞുങ്ങൾ പുതിയ കൂട്ടിൽ ഹാപ്പിയാണ് കേട്ടോ. കണ്ടില്ലേ അവർ നല്ല സെറ്റായിട്ടിരിക്കുന്നു. നമ്മുടെ ഈ ചെറിയ കൂടും ഈ ചെറിയൊരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ അതാ കുഞ്ഞുമുണ്ട് നമ്മുടെ കൂടെ. കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ കാണാം.